അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള പലരും പലതും ചോദിച്ചു. കൂട്ടത്തിൽ നമ്മുടെ ഈ കെ വിഭാഗം സമസ്തക്കാര് ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്നാ ഇത് കിട്ടിയത്? ഇതിന്റെ സനദ് എവിടെയാ? അപ്പൊ അങ്ങനെ സനദ് എവിടെയാന്ന് ചോദിച്ചപ്പോ പറയുന്ന മറുപടി, അങ്ങനെ സംശയിക്കല, എല്ലാറ്റിനും സംശയ. ഇങ്ങനെ സംശയിച്ച എന്തെങ്കിലും നടക്കുവോ? ഇപ്പോ നിങ്ങൾക്ക് കുട്ടിണ്ടായപ്പോ ഉമ്മ പറഞ്ഞു ഉപ്പ ഇയാളാണ്. അഥവാ നിങ്ങളുടെ ഉപ്പയെ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഉമ്മയെ നിങ്ങൾ വിശ്വസിക്കലില്ലേ? ഉണ്ട്. അത് പ്രകാരം മതി. അതേ പ്രകാരം തന്നെ നമ്മളെ വീട്ടിലേക്കൊരു തങ്ങള് വന്നു. ഞാൻ തങ്ങളാന്ന് പറഞ്ഞു. തങ്ങളാ എന്നാ എന്റെ നെസബ് കൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കുക? അല്ല, നമ്മൾ ബഹുമാനിക്കും. എന്നിട്ട് പരിശോധിക്കുന്നതാണ് മൂപ്പര് പറയുന്നത്. സംശയം വേണ്ട, അങ്ങനെ സംശയിക്കാൻ പാടില്ല. ഉപ്പ ഇതന്നെയാണോ എന്ന് ഉമ്മ പറഞ്ഞ് വിശ്വസിക്കുക എന്നല്ലാതെ സംശയം വേണ്ട എന്നാണ് ഈ സനദ് ചോദിപ്പോഴുള്ള പ്രതികരണം. അതൊന്ന് കേട്ടു നോക്ക്. ഇപ്പൊ ഒരാൾ വന്നിട്ട് ഒരു കാര്യമായ ഒരാൾ മക്കത്തുനിന്ന് വന്നു, അല്ലെങ്കിൽ UAE നിന്ന് വന്നു, അല്ലെങ്കിൽ ഖത്തറിൽ വന്നു, ഏതോ വിദേശത്തുള്ള ഒരു വലിയ ഒരു പ്രഗത്ഭനായ ഒരു അറബി എന്റെ കയ്യിൽ ഇങ്ങ് തന്നു, ഇതാ ഇത് നിങ്ങൾ സ്വീകരിച്ചോളി, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്കാണ്. എന്നാ ഞാൻ എന്താ പറയാ, അതിന്റെ അഡ്രസ്സൊക്കെ കൊണ്ടാ, സനദൊക്കെ ഒന്ന് നോക്കട്ടെ. ഇല്ലില്ല, അത് വാങ്ങി വെച്ചിട്ട് ബാക്കി കാര്യം. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞില്ലേ, അത് വാങ്ങി ആദരവോടെ വെച്ചിട്ട് പിന്നെയല്ലേ അതിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടത്. അതല്ലേ അതബ്? ഒരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും, ഞാൻ തങ്ങളാട്ടോ, തങ്ങളാ നെസബ ഒക്കെ കൊണ്ട് നോക്കിയിട്ട് ഇരിക്കീനെ. ഇങ്ങനെയാ ഞങ്ങളൊക്കെ ബഹുമാനിക്കൽ? അങ്ങനെയാ ബഹുമാനിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ടതിനെ ബഹുമാനിക്കുന്ന കോലായത്. അപ്പോ ഷെയർ കിട്ടിയ ഉടനെ സനദ് കൊണ്ടാന്ന് ചോദിച്ച് വിവാദം ഉണ്ടാക്കി എന്നാണ് സ്ഥാപിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? 5-6 കൊല്ലമായി, കുറെ മാസമായി എന്നൊക്കെയാണ് ഇവര് തന്നെ അവകാശപ്പെടുന്നത്. അപ്പൊ തങ്ങള് വന്ന ഉടനെ കുത്തിരിക്കാൻ പറഞ്ഞു. അപ്പോ തങ്ങൾ ഏട്ടൻ വന്നിട്ട് പറഞ്ഞു ഇയാള് തങ്ങളല്ല കേട്ടോ. ഇപ്പൊ എന്താ ചെയ്യാ? ഒരാള് പറഞ്ഞു ഞാൻ തങ്ങളാന്ന്. തങ്ങളാന്ന് പറഞ്ഞ് ഇരുത്തി. അപ്പൊ അയാൾ ഏട്ടൻ വരുന്നു, ഞങ്ങള് തങ്ങളൊന്നല്ല കേട്ടോ, ഞങ്ങള് സയ്യിദിന്റെ കുടുംബമൊന്നുമല്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? ഇത് കണ്ടോ, അഹമ്മദ് ഖസറജിയുടെ ജ്യേഷ്ഠൻ അയച്ച കത്താണ്, അദ്ദേഹത്തിന്റെ ലെറ്റർ പേഡിൽ അയച്ച കത്താണ്. അദ്ദേഹത്തോട് 3 ചോദ്യങ്ങളാണ് ഇവിടെ നിന്നുള്ള ഒരു പണ്ഡിതൻ ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യത്തിന്റെ മറുപടിയിൽ അദ്ദേഹം പറയുന്നത് ലം തകുൻ ഹാദിഹി ശഅറാത്ത് ഫീ അഹദിൽ വാലിദി വലൻ നസ്മഉഹു യതഹദ്ദസു അൻഹാ. എന്താ അതിന്റെ അർത്ഥം? ഈ മുടികളുണ്ടല്ലോ, ആ കെട്ടുകണക്കിന് നീണ്ടുകിടക്കുന്ന മുടിയുണ്ടല്ലോ, ഞങ്ങളെ ഉപ്പാന്റെ കാലത്തുണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി പറയുന്നത് തന്നെ ഞങ്ങൾ കേട്ടിട്ടില്ല. ഒരു മാസക്കാലം നമ്മളെ തങ്ങളെ കുടുംബത്തില് ഇയാളെ അഹമ്മദ് ഖസറജിയിൽ ഉപ്പ വന്ന് താമസിച്ചു എന്ന് ഇന്നത്തെ പത്രത്തിൽ വായിച്ചില്ലേ നിങ്ങള്? അമ്മ പറഞ്ഞില്ല തങ്ങളെ നമ്മളെ ഉപ്പാപ്പാന്റെ മുടിയുണ്ട് എന്റെ കയ്യിൽ എന്ന് പറഞ്ഞോ? ഇതും തങ്ങളല്ലേ, അതും തങ്ങളല്ലേ, എല്ലാം തങ്ങളല്ലേ. തങ്ങളെ നമ്മളെ വല്യപ്പാന്റെ മുടി നമ്മളെടുത്ത് പറഞ്ഞില്ല എന്ന് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ സംശയിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ നമ്മുടെ EK വിഭാഗം പറയുന്നത് ഞങ്ങൾ വളരെ പഠിച്ചിട്ടായത് ചോദിച്ചതും പറഞ്ഞതും എന്നാണ്. അമ്പലക്കടവ് പറയട്ടെ, ഞങ്ങൾ വളരെയധികം പഠിച്ചു, അബുദാബി പോയി പഠിച്ചു എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ വെറുതെ പറഞ്ഞതല്ല, പെട്ടെന്ന് പറഞ്ഞതല്ല എന്നർത്ഥം. മുടി എത്തിച്ചേരോ? എന്ത് സംഭവിച്ചു? പട്ടിക്കാട് ജാമിയാനൂർ അറബി കോളേജിൽ വെച്ച് എന്നോട് കുട്ടികളെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ അവരോട് പറയാൻ പറ്റൂല, കാരണം അവിടെ ഒരു മുടിയുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, പഠിക്കാതെ ഒന്നും പറയാൻ പറ്റൂലായിരുന്നു. ഞാൻ സത്യസന്ധമായ നിലപാടിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഇക്കഴിഞ്ഞ റബീഉൽ അവലിന് ഇപ്പൊ ഈ റബീഉൽ അവലിന് അബുദാബി ചെന്ന് നോക്കുമ്പോ ഇവിടെ കൊടുത്ത മുടി വീണ്ടും അവിടെ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. ഇതെന്ത് കറാമത്താണ്? അപ്പൊ വിശദമായി നമുക്ക് വീണ്ടും സംശയമായി. പക്ഷേ ഇവിടെ കൊടുത്ത മുടി പിന്നെ എങ്ങനെ അവിടെ ഉണ്ടാണ്? അപ്പൊ നോക്കുമ്പോ അവിടെ ഒരു മുടിയല്ല, 1000കണക്കിന് മുടികൾ ഉള്ള ഒരു വലിയ കെട്ടാണ് അവിടെ ഉള്ളത് എന്ന് അറിയാൻ സാധിച്ചു. ഇതാ നിങ്ങൾക്ക് ആ കെട്ട് നേർക്ക് നേരെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. വിശ്വസ്തരായ നമ്മുടെ ആളുകൾ നേർക്ക് നേരെ പോയി ഫിലിമിൽ പകർത്തിയ, വീഡിയോ ക്യാമറയിൽ പകർത്തിയ അതിന്റെ ചിത്രം കൃത്യമായി കാണാൻ സാധിക്കും. 1000കണക്കിന് മുടികളുണ്ട് എന്നാണ്. ആ മുടിയുടെ ചിത്രം നമ്മൾ ആദ്യം കാണിച്ചു. ഒരുപാട് കെട്ടുമുടികളാണ് ആ അറബിന്റെ കയ്യിലുള്ളത്. ഒരുപാട് മുടികളുണ്ട്. സഹോദരന്മാരെ,
ഇങ്ങനെ ഒരുപാട് മുടികളുള്ള കൂട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ കൊടുത്ത മുടിയാന്നാ ഇവരും പറയുന്നത്. ഹജ്ജത്തുൽ വിദായിൽ വിതരണം ചെയ്ത മുടികളിൽപ്പെട്ട മുടിയാണ് ഇവരെ കയ്യിൽ കിട്ടിയത് എന്നാണ്. ഹജ്ജത്തുൽ വിദായിൽ എങ്ങനെയാ കൊടുത്തത്? 2ഉം 3ഉം ഓരോരുത്തടുത്ത് 2ഉം 3ഉം. ഇതിപ്പോ നമ്മൾ പറയുമ്പോ ഇവര് പറയും നിങ്ങൾ പറയല്ലേ, എന്നാ നമ്മൾ പറയണ്ട. ഷഹറെ മുബാറക്കിന്റെ ആധികാരികത പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കാന്തപുരം തന്നെ പറഞ്ഞതാണ്, ഒരാളെ കയ്യിൽ 2ഉം 3ഉം മുടിയേ ഉള്ളൂ, ആയിരക്കണക്കിന് മുടിയില്ല. കാന്തപുരം പറയട്ടെ, ഹജ്ജിൽ നിന്ന് വിരമിക്കുമ്പോൾ മുടി കളയൽ സുന്നത്താണല്ലോ, ആ നിലക്ക് അവിടത്തെ തലമുടി കളയിപ്പിച്ചു. എന്നാൽ എന്റെയും നിങ്ങളുടെയും മുടി കളയിപ്പിച്ചാൽ അത് എവിടെയെങ്കിലും ഇട്ടുകളയുകയോ കൊടിച്ചിടുകയോ ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല അവിടെ നിന്ന് പഠിപ്പിച്ചത്. നിങ്ങൾ എല്ലാവർക്കും ഓഹരി ചെയ്തു കൊടുക്കണം. ബഹുമാനപ്പെട്ട അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അങ്ങനെ 1,40,000-ഓളം വരുന്ന സ്വഹാബികൾക്കിടയിൽ ആ മുടിക്കഷ്ണങ്ങൾ ഇങ്ങനെ 1ഉം 2ഉം 3ഉം 4ഉമായി ചിലർക്ക് കൊടുത്തു, ചിലർക്ക് കഷ്ണം കൊടുത്തു, എല്ലാവർക്കും ഓഹരി ചെയ്ത് കൊടുത്തു. ആ ചെയ്തു കൊടുത്തു വന്നതാണ് ഇന്നും നിലനിൽക്കുന്നത്. അതാണ് ഇന്നുള്ളത്. അപ്പൊ ഈ 1ഉം 2ഉം 3ഉം പെറ്റ് പെരുകിയതാണോ? മുടിന്റെ നീളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുണ്ട്. എങ്ങനെയാ മുടി നീണ്ടത്, എങ്ങനെയാ നീളുന്നത്, ആരാ ഇങ്ങനെ നീട്ടിയത്, നീട്ടുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താ? അപ്പൊ നമ്മളെ പഴയ കാലത്ത് മദ്രസയിൽ ഇങ്ങനെ മുസാഫില് കുട്ടികൾ പീലി വെക്കും, പെറ്റ് പെരുകും എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പെരുകിയതാണോ? അപ്പൊ ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ എന്തിനാ ഈ സനതൊക്കെ ചോദിക്കുന്നത്? നേരത്തെ പറഞ്ഞില്ലേ എന്ത്? സനത് ചോദിക്കുന്നവരോട് തിരിച്ചു ചോദ്യം. സിസ്റ്റർ വന്ന് പറഞ്ഞാ വിശ്വസിച്ചൂടെ? നിങ്ങൾ ഉപ്പിയാണെന്ന് നിങ്ങൾ ഉമ്മ പറഞ്ഞാൽ വിശ്വസിച്ചൂടെ? ഇങ്ങനെ ചോദിക്കുന്ന ആളുകള്, പ്രിയമുള്ളവരെ, ഇത് തെളിവ് ചോദിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചതാരാ? ആദ്യം ഇവരുടെ ചോദ്യം കേൾക്കുക. തെളിവ് ചോദിക്കണം എന്ന് ഇവരെന്നെയാ പറഞ്ഞത്. എല്ലാറ്റിനും തെളിവ് ചോദിക്കണം. ഇപ്പൊ ഇവരെ കയ്യിൽ ഒരു മുടി വന്ന് അതിന്റെ തെളിവ് ചോദിച്ചപ്പോ നിങ്ങൾ എന്തിനാ തെളിവ് ചോദിക്കുന്നത്? പറഞ്ഞങ്ങ് വിശ്വസിച്ചാ പോരെ? അതാദ്യം കേൾക്ക്. ഇനി ചോദിക്കട്ടെ, ഒരാളോട് ചോദിച്ചു, മോനെ നിന്റെ ബാപ്പാന്റെ പേരെന്താ? എന്റെ ബാപ്പാന്റെ പേര് ഫുലാൻ. എന്താ മോനെ തെളിവ്? സനതുണ്ടോ? എനിക്ക് തെളിവ് ഉമ്മ പറഞ്ഞതാ. ഉമ്മ പറഞ്ഞ മാത്രം തെളിവാ, അതെന്നെ തെളിവുള്ളൂ. അത് 100% ഖണ്ഡിതമായ തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. ഇല്ല, ഒറ്റ പെണ്ണ് പറഞ്ഞ, കൂടുതൽ ആളൊന്നും പറഞ്ഞില്ല, ഒരു പെണ്ണ് പറഞ്ഞതാ. എന്നാ പിന്നെ ഉമ്മാനോട് സനതി ചോദിക്കുക. ഉമ്മാനോട് പറയാ സാക്ഷി വേണം, കുറെ ആള് വേണം. എന്തിന്? എന്റെ ബാപ്പ എന്താണെന്നുള്ള തെളിവേ. ഇങ്ങനെ തെളിവ് കൊടുക്കാൻ കഴിയോ? ഇങ്ങനെ തെളിവ് വേണോ? എവിടുന്നാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കിയത്? എവിടുന്നാ നമ്മളിത് മനസ്സിലാക്കിയത് എന്നാ നിങ്ങളിൽ തന്നെ കാണിച്ചു തരാം.